കോട്ടയം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ വിദ്യാർത്ഥികളുടെ കുടയ്ക്ക് മേലെ മൂർഖൻ പാമ്പ് വീണു. തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. സ്നേക് റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? മധു, രാവിലെ 10 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ചെത്തിപ്പുഴ ആശുപത്രിക്ക് മുൻപിലൂടെ 2 ബിരുദധാരികളെ വിദ്യാർത്ഥിനികൾ നടന്നു പോവുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഇവർ കുടയ്ക്ക് മുകളിലേക്ക് എന്തോ ഒന്ന് പതിക്കുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ അവർക്ക് എന്താണ് മനസ്സിലായില്ല. കുട ഒടിയുകയും ചെയ്തു. പിന്നാലെ ഇവർ കുട പിടിച്ച് കുലുക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരു പാമ്പ് താഴേക്ക് വീഴുകയും അത് ഇഴഞ്ഞ് കല്ലിലേക്ക് കയറി പോവുകയും ചെയ്തു. ഉടൻ തന്നെ അവർ സമീപത്തുള്ള ആളുകളെ വിവരം അറിയിക്കുകയും ചെയ്തു. അതായത് ഈ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള മേഖലയാണ്. ഇടിയിലൂടെ അവർ നടന്നു. ഒരുപക്ഷെ മരത്തിൽ നിന്നോ മറ്റോ താഴേക്ക് വീണിരിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. അതിനുശേഷം സ്നേക് ക്യൂർ എത്തിയാണ് ഈ മതിലിനുള്ളിൽ നിന്ന് പിടികൂടുന്നത്. അപ്പോഴാണ് മൂർഖൻ പാമ്പാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നത്. ഏകദേശം 6 അടിയോളം നീളം വരുന്ന വലിയ മൂർഖൻ പാമ്പ് തന്നെയായിരുന്നു ഈ കൂടെ. ഇല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥിയുടെ ദേഹത്തേക്കാണ് ഈ പാമ്പ് വിടുന്നെങ്കിൽ മറ്റൊന്നാവുമായിരുന്നു സംഭവം എന്നുള്ളതാണ്. അത് ചെറിയ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കുട പിടിച്ച് പോവുകയും ചെയ്തിരുന്നത്. എന്തായാലും സ്നേക് റെസ്ക്യൂർ എത്തി ഈ പാമ്പിനെ പിടികൂടി. തലനാരിഴയ്ക്ക് തന്നെയാണ് എന്തായാലും ഈ 2 വിദ്യാർത്ഥിനികൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. മാധു, ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണമോ മറ്റോ ലഭ്യമായിരുന്നോ? ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുക, അതും നമ്മൾ സാധാരണ പാമ്പിനെയൊക്കെ താഴെ നിന്ന് ഒക്കെ പ്രതീക്ഷിക്കും, പക്ഷെ ആകാശത്ത് നിന്ന് കുടയ്ക്ക് മുകളിലേക്ക് വീഴുക എന്ന് പറയുന്നത് അസാധാരണമാണല്ലോ. അതായത് മരങ്ങളുള്ള പ്രദേശമാണ്. മരങ്ങൾക്ക് മരങ്ങൾ അതിനടിയിലൂടെയാണ് അവർ നടന്നുപോയത്. ഒരുപക്ഷെ മരത്തിൽ നിന്നും ചില്ലകളിൽ നിന്നോ മറ്റോ താഴേക്ക് വീണിരിക്കാം. ആദ്യഘട്ടത്തിൽ ഇവർ കരുതിയിരുന്നതും ഇത്തരത്തിൽ മരച്ചില്ലയോ മറ്റോ ആടോ എന്നുള്ളതാണ്. ഇത് കുടഞ്ഞപ്പോൾ, അതായത് കുട ഒടിഞ്ഞപ്പോൾ കുടഞ്ഞപ്പോഴാണ് അത്തരത്തിൽ ഈ പാമ്പ് താഴേക്ക് വീഴും അത് എഴഞ്ഞു പോകുന്നതും കാണുന്നത്. എന്തായാലും ഇവരുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മധു, ശരി, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.